നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നു 60,000 രൂപ 20% ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് നമ്മൾ കോമ്പൗണ്ടിൽ ഇടുന്നതും അതേ സെയിം എമൗണ്ടും സെയിം ഇൻട്രസ്റ്റും ഹാഫ് ഇയർലി ഇടുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ പ്രിൻസിപ്പൽ 60,000 രൂപ 20% ഇൻട്രസ്റ്റും 2 വർഷത്തേക്ക് ഇടുമ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ്? സോ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100 ചെയ്യും. ഇവിടെ എക്സും വൈ എന്താണ് 20 ആണ്. 20ന്റെ ഡബിൾ 40. 20 × 20 400/100 എനിക്ക് എന്ത് കിട്ടും? 4. സോ 44% ആയിരിക്കും നമുക്ക് കോമ്പൗണ്ടഡ് ആനുവലി കിട്ടുന്നത്. പക്ഷെ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് ആനുവലി ആണ്, നമുക്കിനി കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇയർലി അല്ലേ. ഹാഫ് ഇയർലി ആണെങ്കിൽ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പകുതിയാക്കണം. 20% ഉള്ളത് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 മാസം ഒരു കൊല്ലത്തിന് വരുമ്പോൾ 20നെ പകുതിയാക്കുമ്പോൾ 10% എന്നായിട്ട് മാറും. നമ്പർ ഓഫ് ഇയർ 2 ആണല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. സോ 2 വർഷം എന്നുള്ളത് 4 ഇയർ ആയിട്ട് മാറും. ഇത് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക? ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. സോ 10% 4 വർഷത്തിലേക്ക് ഇടുമ്പോൾ 10%, 10%, 10%, 10% എന്നിങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 4 സക്സസീവ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ 10ഉം 10ഉം ചെയ്യും. 10% 2 വർഷത്തേക്ക് ഇടുമ്പോൾ നമുക്കറിയാം 10ന്റെ ഇരട്ടി 20, 10 × 10 100/100 1. സോ 21% കിട്ടും. സോ ഇവിടെയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21% കിട്ടും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യണം. ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ 21ഉം 21ന്റെ ഇരട്ടി 42 പ്ലസ് 21ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 441 ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 4.41 എന്ന് എനിക്ക് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 46.41. സോ ഹാഫ് ഇയർലി ഇട്ട് കഴിഞ്ഞാൽ 46.4 എന്നും ആനുവലി ഇട്ട് കഴിഞ്ഞാൽ 44% ആണല്ലോ. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 46.41 മൈനസ് 44 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 2.41% ആയിരിക്കും എന്ത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ ഡിഫറൻസ് ആണ്? പ്രിൻസിപ്പളിന്റെ എത്ര ശതമാനമാണ് 2.41 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 2.41% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 100 വരും. ഇൻറ്റു എന്ത് ചെയ്യണം? പ്രിൻസിപ്പളിന്റെ 60,000. 2 0 ഇവിടെ തന്നെ കട്ട് ചെയ്ത് പോകും. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, 24, 4 ബാക്കി 2, 12, 2, 14, 46 എന്ന് കിട്ടും അല്ലേ. സോ 2 0 ഇവിടെ പോകുമ്പോൾ ഇവിടെ ഓൾറെഡി 2 0 ഉണ്ട്, അത് വിടുമ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് ക്യാൻസൽ ആയിട്ട് പോകും. ആൻസർ 1446.